ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു അസാമീസ് മൂവിയാണ്. പ്രണയത്തിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ പോലും നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. എന്നാൽ പ്രണയനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ശരീരം തന്നെ മുറിച്ചു കൊടുക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് നായികയായ നിർമ്മലിയാണ്. പീഡിയാട്രീഷ്യനായ നിർമ്മലി തന്റെ മകന്റെ കൂടെയാണ് താമസിക്കുന്നത്. അവളുടെ ഹസ്ബൻഡ് ദിലീപൻ ഡോക്ടറായിരുന്നു. എന്നാൽ കൂടുതൽ സമയം അയാൾ പുറത്തു തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. വല്ലപ്പോഴും മാത്രമേ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നുള്ളൂ. അവളുടെ ജീവിതം സക്സസ്ഫുൾ ആയിരുന്നെങ്കിലും ജീവിതത്തിൽ വളരെയധികം സന്തോഷങ്ങളൊന്നും തന്നെ നിർമ്മലിക്ക് ഉണ്ടായിരുന്നില്ല. ഈ മൂവിയിലെ നായകന്റെ പേര് സുമൻ എന്നാണ്. അവൻ ഒരു PhD സ്റ്റുഡന്റ് ആണ്. നോർത്ത് ഈസ്റ്റിലെ ആൾക്കാർ കഴിക്കുന്ന വ്യത്യസ്ത തരം മാംസാഹാരത്തെ പറ്റി അവൻ റിസർച്ച് ചെയ്യുകയായിരുന്നു. അവർക്ക് മീറ്റ് ക്ലബ് എന്ന പേരിൽ കുറച്ച് ആൾക്കാരുടെ ഒരു സംഘടനയുണ്ട്. ജീവനുള്ള മൃഗങ്ങളെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കും. അവര് തന്നെ കട്ട് ചെയ്ത് കുക്ക് ചെയ്ത് കഴിക്കും. അത്രയും ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു ക്ലബ്ബ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു വൈകുന്നേരം ഇവരെല്ലാം ചേർന്നിട്ട് ഇറച്ചി പാകം ചെയ്ത് കഴിച്ചിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. പിറ്റേന്നാകട്ടെ ഒരു അവധി ദിവസമായിരുന്നു. രാവിലെ തന്നെ സുമനാകട്ടെ നമ്മുടെ ഡോക്ടറായ നിർമ്മാലിയുടെ വീട്ടിലേക്ക് വരുന്നു. തന്റെ സുഹൃത്തിന് വലിയ വയറുവേദനയാണെന്നും അത്യാവശ്യമായിട്ടൊന്നും വന്ന് നോക്കണമെന്നും പറയുന്നുണ്ട്. അന്ന് അവധിയായിരുന്നിട്ട് പോലും അവന്റെ നിർബന്ധം കാരണം പീഡിയാട്രീഷ്യനായ അവളാകട്ടെ അവന്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. വെജിറ്റേറിയനായ അവൻ അന്ന് ആദ്യമായിട്ടാണ് ഫ്രണ്ട്സിന്റെ നിർബന്ധപ്രകാരം ഇറച്ചി കഴിച്ചത്. അത് കാരണമാണ് അവൻ അസഹ്യമായ വയറുവേദന. അതുകൊണ്ട് ഇനി അത് കഴിക്കണ്ട എന്ന് നിർമ്മാലി പറയുന്നുണ്ട്. അവന് വേണ്ടുന്ന മെഡിസിൻ എഴുതി കൊടുത്തിട്ട് നിർമ്മാലി അവിടെ നിന്നും പോവുകയായിരുന്നു. സുമൻ തന്റെ മീറ്റ് ക്ലബിനെ കുറിച്ചെല്ലാം തന്നെ നിർമ്മാലിയോട് പറയുന്നു. നിർമ്മാലിക്കും ഇറച്ചി കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അവളുടെ ഫീസ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഫീസ് ഒന്നും വേണ്ട, ഇനി ഫ്രഷ് ആയിട്ടുള്ള ഇറച്ചി കിട്ടുമ്പോൾ തന്നെ കൂടി കഴിക്കാൻ വിളിച്ചാൽ മതിയെന്ന്. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ സുമന് നിർമ്മാലിയോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി. നിർമ്മാലിയെ കണ്ട വിവരങ്ങളെല്ലാം തന്നെ സുമൻ തന്റെ ഫ്രണ്ടായ ഏലിയാസിനോട് പറയുന്നു. ഏലിയാസ് ഒരു മൃഗ ഡോക്ടറാണ്. നിർമ്മാലിയും തന്റെ ഫ്രണ്ട് ജൂമിയോട് സുമനെ പരിചയപ്പെട്ട കാര്യത്തെ പറ്റി സംസാരിക്കുന്നു. ജൂമി വിവാഹിതയാണെങ്കിലും അവളുടെ ഹസ്ബൻഡുമായിട്ട് അവൾക്ക് വലിയ റിലേഷൻഷിപ്പ് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ അവൾ മറ്റൊരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലാണ്. എന്നാൽ ഇതൊന്നും തന്നെ നിർമ്മാലിക്ക് അധികം ഇഷ്ടമല്ലായിരുന്നു. പിറ്റേ ദിവസം സുമനാകട്ടെ ഏലിയാസിന്റെ കൂടെ മുയലിറച്ചി വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നിട്ട് അതിനെ നന്നായിട്ട് പാകം ചെയ്ത് അവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് നിർമ്മാലിക്ക് അത് കൊടുക്കുന്നു. അവർ രണ്ടുപേരും അത് ഒരുമിച്ചാണ് കഴിക്കുന്നത്. നിർമ്മാലിക്ക് അത് ഒരുപാട് ഇഷ്ടമായി. ഫ്രഷ് മീറ്റ് കഴിക്കാൻ അവൾക്കും ആഗ്രഹമുണ്ട്. എന്നാൽ അവളുടെ തിരക്കുകൾക്കിടയിൽ ഇതൊന്നും കണ്ടെത്തി കഴിക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കടയിൽ നിന്ന് വാങ്ങുന്നത് മാത്രമാണ് അവൾ കഴിച്ചുകൊണ്ടിരുന്നത്. തനിക്ക് ഫ്രഷ് മീറ്റും ഡിഫറന്റ് ആയിട്ടുള്ള ഇറച്ചികളും കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങൾ അറിയാമെന്ന് സുമൻ പറയുന്നു. അവിടെയെല്ലാം തന്നെ കൊണ്ടുപോകാമോ എന്ന് നിർമ്മാലി അവനോട് ചോദിക്കുന്നു. അങ്ങനെ അവളുടെ ആഗ്രഹപ്രകാരം പലയിടത്തും അവളെ ഇറച്ചി കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഓരോ ഇറച്ചിയെ പറ്റിയും അതുണ്ടാക്കുന്ന വിധത്തെ പറ്റിയൊക്കെയുള്ള അവന്റെ അറിവുകൾ കേട്ടപ്പോൾ നിർമ്മാലിക്ക് ശരിക്കും അവനോടൊരു അട്രാക്ഷൻ തോന്നാൻ തുടങ്ങിയിരുന്നു. അവർ പരസ്പരം ഒരുപാട് മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ തുടങ്ങി. സുമന് തന്നോട് പ്രണയം തോന്നാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് നിർമ്മാലിക്കും മനസ്സിലായി. ദിവസവും നിർമ്മാലിക്ക് വ്യത്യസ്തമായ ഇറച്ചികൾ എങ്ങനെ കണ്ടെത്തി കൊടുക്കാന്നുള്ള ചിന്തയില് സുമൻ തന്റെ പഠിത്തത്തിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെയായി. വലിയ ബോറിംഗ് രീതിയിൽ പോയിക്കൊണ്ടിരുന്ന നിർമ്മാലിയുടെ ലൈഫും ഇപ്പൊ വളരെയധികം ജോയ്ഫുൾ ആയി മാറി. എന്നാലും അവൾക്കറിയാം ഇതെല്ലാം തെറ്റാണെന്ന്. അവൾ സുമനുമായിട്ട് ഇത്ര അടുക്കാൻ പാടില്ല. സുമൻ തന്റെ കൂടെ കൂടുതൽ എടുക്കുന്നത് അവൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. കൂടുതൽ സമയവും സുമനുമായിട്ട് ചെലവഴിക്കുന്ന കാരണം തന്റെ കൂട്ടുകാരി ജുമിയോട് പോലും അവൾക്ക് അധികം സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനെപ്പറ്റി ജുമി അവളോട് ചോദിക്കുമ്പോൾ സുമനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജുമിയോട് തുറന്നു പറയുന്നു. അപ്പോൾ നീയും ഒരു അഫയറിലേക്ക് കടക്കുകയാണോ എന്ന് ചോദിക്കുന്നു. ഒരിക്കലും അല്ല എന്നാണ് അവൾ പറയുന്നത്. അവനുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചകൾ കുറയ്ക്കുന്നത് നല്ലതെന്ന് നിർമ്മാലിക്ക് തോന്നുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും ഒരു ഡ്രാമ കാണാൻ പോയ ശേഷം തിരിച്ചിറങ്ങാൻ നേരത്ത് അവളെ മീറ്റ് കഴിക്കാൻ അവൻ വിളിക്കുന്നുണ്ട്. എന്നാൽ ആദ്യമായിട്ട് അവൾ അത് നിരസിക്കുന്നു. ഇത് സുമനും ഒരുപാട് വിഷമമുണ്ടാക്കി. വീട്ടിലെത്തി കഴിയുമ്പോഴാണ് നിർമ്മാലിയുടെ ഹസ്ബൻഡ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നിരിക്കുന്നത് അവൾ കാണുന്നത്. ഹസ്ബൻഡ് കൂടെ ഇരുന്ന് അവൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോൾ ദിവസവും ഇങ്ങനെ ഇറച്ചി കഴിച്ച് അവൾക്ക് ഇറച്ചി കഴിക്കാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവൾ ആ ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് പോയി ഫ്രിഡ്ജിൽ നിന്നും തലേന്ന് കുക്ക് ചെയ്ത് വെച്ചിരുന്ന മീറ്റ് എടുത്ത് കഴിക്കുന്നു. അവളുടെ തലയ്ക്കകത്ത് മുഴുവൻ സുമനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അവൾ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്, താൻ ഇവിടെ ഒരു നല്ല പയ്യനെ പരിചയപ്പെട്ടു, PhD സ്റ്റുഡന്റ് ആണെന്നും അവൻ ഇറച്ചിയെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നും. അങ്ങനെയാണെങ്കിൽ നാളെ നടക്കുന്ന ഡിന്നറിന് നീ അവനെയും വിളിച്ചുകൊള്ളാൻ അയാൾ അവളോട് പറയുന്നു. നിർമ്മാലി തന്റെ കൂടെ അധികം അടുപ്പം കാണിക്കാത്ത കാരണം സുമനാകട്ടെ ഒരു ചേഞ്ചിന് വേണ്ടി തന്റെ നാട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. അവന്റെ ഫ്രണ്ട് ഏലിയാസും പറയുന്നുണ്ട്, നീ നാട്ടിലേക്ക് പോകുന്നതാ നല്ലത്. ആ സ്ത്രീയുമായിട്ട് അധികം ബന്ധം പുലർത്തണ്ട, അവർ വിവാഹിതയാണ്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അവൻ വണ്ടിയിൽ കയറി യാത്ര തിരിക്കുമ്പോഴാണ് നിർമ്മാലിയുടെ മെസ്സേജ് വരുന്നത്. ഞങ്ങളൊരു ഡിന്നർ പാർട്ടി നടത്തുന്നുണ്ട്, അതിൽ നീ എന്തായാലും വരണമെന്ന്. ആ മെസ്സേജ് കണ്ടതും താൻ ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ആ വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങി നേരെ തിരിച്ച് തന്റെ ഹോസ്റ്റലിലേക്ക് പോകുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഡ്രസ്സെല്ലാം തന്നെ അയൺ ചെയ്ത് അവൻ ആ പാർട്ടിക്ക് വേണ്ടി പോവുകയാണ്. വീട്ടിൽ നിർമ്മാലിയുടെയും ദിലീപിന്റെയും ഫ്രണ്ട്സ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ദിലീപും ഫ്രണ്ട്സും എല്ലാം തന്നെ തങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സുമന് അവരുമായിട്ട് അധികം അടുത്തിടപഴകാൻ കഴിയുന്നില്ല. അവൻ മീറ്റിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ആർക്കും തന്നെ അതിൽ ഇൻട്രസ്റ്റ്
റെസ്റ്റിലായിരുന്നു. എന്നാൽ അവർ ആഹാരം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ അവസരം കിട്ടുകയും അവൻ ആ ഇറച്ചിയെ കുറിച്ചെല്ലാം തന്നെ ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. പലതരം ജീവികളുടെ ഇറച്ചികളെ പറ്റി അവൻ സംസാരിക്കുമ്പോഴെല്ലാം തന്നെ നിർമ്മാലിയുടെ വായിൽ കൊതിയൂറുകയായിരുന്നു അതെല്ലാം തന്നെ കഴിക്കാനായിട്ട്. പിറ്റേന്ന് സുമനെ ഒറ്റയ്ക്ക് കാണാൻ നേരം നിർമ്മാലി അതെല്ലാം കഴിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വവ്വാലിന്റെ ഇറച്ചി കഴിക്കാമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവന്റെ കൂടെ ആ ഇറച്ചി കഴിക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് ജുമിയെ വിളിച്ചിട്ട് അവൾ പറയുന്നുണ്ട്, എന്റെ ഹസ്ബൻഡ് അങ്ങാനും വിളിക്കുവാണെങ്കിൽ ഞാൻ നിന്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ മതിയെന്ന്. ജുമിക്ക് അത് കേട്ടപ്പോ സന്തോഷമായി. കാരണം അവൾക്കും അവളുടെ കാമുകനെ കാണാൻ പോകണം. ജുമിയും തന്റെ ഹസ്ബൻഡ് രാകേഷിനോട് പറയുന്നുണ്ട്, ഞാൻ നിർമ്മാലിയുടെ കൂടെ സിനിമ കാണാൻ പോവുകയാണെന്ന്. എന്നിട്ട് അവള് അവളുടെ കാമുകനെ കാണാൻ പോകുന്നു. അങ്ങനെ നിർമ്മാലിയും സുമനും ചേർന്നിട്ട് വവ്വാലിന്റെ ഇറച്ചി കഴിക്കാൻ വേണ്ടിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആ ഇറച്ചി അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവളുടെ വായിൽ പറ്റിയിരുന്ന ഇറച്ചിയുടെ കഷ്ണം തുടച്ചു കളയാൻ വേണ്ടിയിട്ട് സുമൻ അവളുടെ അടുത്തേക്ക് കൈകൊണ്ട് നീട്ടുന്നു. എന്നാൽ പിന്നിലേക്ക് മാറുന്നതിന് പകരം നിർമ്മാലിയാകട്ടെ അവന്റെ അടുത്തേക്ക് കുനിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നാണ് അവൾക്ക് സ്ഥലകാല ബോധം വന്നത്. താനീ കാണിക്കുന്നതൊന്നും ശരിയല്ല, അവനുമായിട്ട് താൻ ശാരീരികമായിട്ട് അടുക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ നിർമ്മാലി അവിടെ നിന്നും ആഹാരം കഴിച്ച ശേഷം ഇറങ്ങുന്നു. വണ്ടിയിലിരുന്ന് അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. തന്റെ വീടിന്റെ അടുത്തേക്ക് കൊണ്ടു നിർത്തണ്ട എന്ന് പറഞ്ഞിട്ട് കാറിൽ നിന്ന് അവൾ ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. സുമനും അത് കണ്ടിട്ട് ഒരുപാട് വിഷമമായി. ശരിക്കും നിർമ്മാലിയെ താൻ തൊടണമെന്ന് നിർമ്മാലി ആഗ്രഹിക്കുന്നതായിട്ട് സുമന് തോന്നാൻ തുടങ്ങി. ഇറച്ചി കഴിക്കുന്നതിലുള്ള അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിലൂടെ അവളോട് കൂടുതൽ എടുക്കാൻ സാധിക്കുമെന്ന് സുമന് തോന്നി. അതുകൊണ്ട് അവൾ ഇതുവരെയും ജീവിതത്തിൽ ടേസ്റ്റ് ചെയ്യാത്ത ഒരു ഇറച്ചിയായിരിക്കണം താൻ അടുത്തതായിട്ട് അവൾക്ക് കൊടുക്കേണ്ടത്. അതെന്തുകൊണ്ട് തന്റെ തന്നെ മാംസമായിക്കൂടാ എന്ന് അവന് തോന്നാൻ തുടങ്ങി. അവൻ തന്റെ ഫ്രണ്ട് ഏലിയാസിനോട് പറയുന്നുണ്ട്, ഒരു ഗവേഷണത്തിന് വേണ്ടിയിട്ട് എന്റെ തന്നെ ശരീരത്തിൽ നിന്ന് കുറച്ച് മാംസം കട്ട് ചെയ്ത് തരണമെന്ന്. അധികമൊന്നും വേണ്ട, കുറച്ചു മതി. അവന്റെ ഗവേഷണമായിരിക്കാം ഇതെല്ലാം എന്ന് കരുതിയിട്ട് ഏലിയാസ് അവൻ പറഞ്ഞ പ്രകാരം അവന്റെ തുടയിൽ നിന്ന് കുറച്ച് മാംസം കട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതിമനോഹരമായിട്ട് അവൻ അതിനെ കുക്ക് ചെയ്യുകയാണ്. മുട്ടയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഡിഷായിരുന്നു അവൻ ഉണ്ടാക്കിയിരുന്നത്. നിർമ്മാലിയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൻ അത് കൊടുക്കുകയും ചെയ്യുന്നു. അവരെ നേരിട്ട് കാണാതെ പുറത്തിരുന്ന റിസപ്ഷനിസ്റ്റിന്റെ കയ്യിലാണ് അവനത് കൊടുക്കുന്നത്. നിർമ്മാലി വീട്ടിലെത്തിയ ശേഷമാണ് ആ ആഹാരം ചൂടാക്കി കഴിക്കുന്നത്. അതുവരെയും അവൾ അനുഭവിക്കാത്തൊരു ടേസ്റ്റ് ആയിരുന്നു അത്. ശരിക്കും അത് എന്തിറച്ചിയാണെന്ന് പോലും അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് കാരണം പിറ്റേന്ന് തന്നെ അവൾ നേരെ പോയി സുമനെ കാണുന്നു. അതിൽ ചേർത്തിരുന്ന ഇറച്ചി എന്തായിരുന്നു എന്ന് അവനോട് ചോദിക്കുന്നു. അത് തന്റെ തന്നെ മാംസമായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. ഇത് കേട്ടതും നിർമ്മാലി ആകെ ഞെട്ടിത്തരിക്കുന്നു. അവൾ പെട്ടെന്ന് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. താനൊരു മനുഷ്യ മാംസമാണ് കഴിച്ചതെന്നറിഞ്ഞപ്പോൾ അവൾക്ക് ആദ്യം വല്ലായ്മ തോന്നി. അവൾ അത് വൊമിറ്റ് ചെയ്ത് കളയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് വൊമിറ്റ് ചെയ്യാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിൽ ആ ടേസ്റ്റ് അത്രയധികം ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ട് സുമൻ അവളോട് സോറി പറയാൻ ചെന്നെങ്കിലും അവള് പറയുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന്. ആ മാംസം നിന്റേതാണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി അത് കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവൾക്ക് വേണ്ടി അവൻ വീണ്ടും തന്റെ ശരീരത്തിലെ പലയിടത്തു നിന്നും ചെറിയ കഷ്ണങ്ങളായി മാംസങ്ങൾ മുറിച്ചെടുക്കാൻ തുടങ്ങി. ആ മാംസം വെച്ചിട്ട് പല ടൈപ്പ് ഡിഷസ് ഉണ്ടാക്കി അവൾക്ക് ഓരോ ദിവസവും കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. അവളത് ഓരോ ദിവസവും ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. എന്നാൽ വളരെ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ അവൾക്കധികം കഴിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. തന്റെ ശരീരത്തിൽ നിന്നും ഇങ്ങനെ അവൾക്ക് വേണ്ടി മാംസം മുറിച്ചെടുക്കുന്നതിലൂടെ സുമനും എന്തോ ഒരു ആഹ്ലാദമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞ സുമനോട് നിർമ്മാലി ഇത്രയധികം ക്ലോസ് ആവാൻ കാരണം അവൻ കൊണ്ടുകൊടുക്കുന്ന ഈ ഇറച്ചി കാരണമായിരുന്നു. എന്നാൽ സുമൻ ആഗ്രഹിച്ചിരുന്നത് നിർമ്മാലിയിൽ നിന്നും മറ്റൊരു രീതിയിലുള്ള ബന്ധമായിരുന്നു. അതിതുവരെയും അവന് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നെങ്കിലും അത് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അവൻ. ഇത്രയധികം ആഹാരം തനിക്ക് അവൻ ഉണ്ടാക്കിക്കൊണ്ട് തരുന്ന കാരണം താനും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് അവന് ചെയ്യണമെന്ന് നിർമ്മാലിക്ക് തോന്നുന്നു. അങ്ങനെ പിറ്റേന്ന് അവൾ ഒരു ഡിഷ് അവന് വേണ്ടി ഉണ്ടായിക്കൊണ്ട് കൊടുക്കുന്നു. അത് കഴിച്ച ശേഷം ഇതെന്താണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവൾ തന്റെ സാരി പതിയെ പൊക്കുന്നു. കാലിൽ വെച്ച് കെട്ടിയിരിക്കുന്ന മുറിവ് കാണിച്ചു കൊടുക്കുന്നു. അത് അവളുടെ കാലിൽ നിന്നും കട്ട് ചെയ്തെടുത്ത മാംസമായിരുന്നു. ഇത് കണ്ടതും അവനൊന്ന് ഞെട്ടി. അവന് ശരിക്കും പറഞ്ഞാൽ വൊമിറ്റ് ചെയ്യാൻ തോന്നി. അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വൊമിറ്റ് ചെയ്യുന്നു. നിർമ്മാലി തന്റെ മാംസം കഴിക്കുന്ന പോലെ ഒരിക്കലും സുമന് മറ്റൊരു മനുഷ്യന്റെ മാംസം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. മനുഷ്യ മാംസമാണെന്ന് അറിഞ്ഞതോടുകൂടി അവൻ അതെല്ലാം വൊമിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് കണ്ടപ്പോ നിർമ്മാലിക്ക് ഒരുപാട് വിഷമമായി. എന്നാൽ അന്ന് രാത്രി മുഴുവൻ നിർമ്മാലി വളരെയധികം അസ്വസ്ഥയായിരുന്നു. അവൾ എന്തൊക്കെ ആഹാരം കഴിച്ചിട്ടും അവളുടെ വിശപ്പ് മാറുന്നില്ല. എത്ര മാംസം കഴിച്ചിട്ടും അവളുടെ വിശപ്പ് മാറുന്നില്ല. അവൾക്ക് വേണ്ടത് മനുഷ്യ മാംസമായിരുന്നു. സ്വന്തം ശരീരത്തിൽ നിന്നും അവനിങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടു കൊടുക്കുന്ന മാംസങ്ങളൊന്നും അവളുടെ വിശപ്പടക്കിയില്ല. അവൾക്ക് വളരെയധികം ക്വാണ്ടിറ്റിയിൽ വേണമായിരുന്നു അത്. സുമൻ ഇനിയും തന്റെ ശരീരത്തിൽ നിന്നും അത്രയധികം ക്വാണ്ടിറ്റിയിൽ മാംസം കട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. ഒടുവിൽ അവൻ വിചാരിക്കുന്നു, തന്റെ കാലില് ഇത്രയും വിരലിന്റെ ആവശ്യമില്ലല്ലോ. ഒരു വിരല് നഷ്ടപ്പെട്ടാലും തനിക്ക് നടക്കാൻ പറ്റും. അവൻ ഏലിയാസിനോട് പറയുന്നുണ്ട് എന്റെ ഈ വിരലൊന്ന് കട്ട് ചെയ്ത് തരാൻ. എന്നാൽ ഏലിയാസ് പറയുന്നുണ്ട് എനിക്കിനി അതിന് സാധിക്കില്ല എന്ന്. നീ സ്വന്തം ശരീരത്തിൽ നിന്ന് ഗവേഷണത്തിനാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്തെടുത്ത മാംസമെല്ലാം ഹോസ്റ്റലിൽ കൊണ്ടുപോയി കുക്ക് ചെയ്യുകയായിരുന്നു എന്ന് മനസ്സിലായി. നീയും ആ നിർമ്മാലിയും തമ്മിലുള്ള ഈ ഇടപാടൊന്നും തന്നെ ശരിയല്ല. ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല എന്നും ഏലിയാസ് പറയുന്നു. എന്നാൽ മാംസം കട്ട് ചെയ്തെടുക്കാൻ എനിക്ക് നിന്റെ സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന അനസ്തേഷ്യ എടുത്തുകൊണ്ട് അവൻ പോകാൻ ശ്രമിക്കുന്നു. ഏലിയാസ് അവനെ തടയുന്നുണ്ട്. ഒരുപാട് വിഷമത്തോടെ അവൻ എന്ന് നിർമ്മാലിക്ക് മെസ്സേജ് അയക്കുന്നു. ഇന്നെനിക്ക് മാംസം എത്തിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട്. നിർമ്മാലി
ആകെ സങ്കടത്തിലായി. അവൾക്ക് മാംസം കഴിക്കാനുള്ള ആഗ്രഹം കൂടി കൂടി വരികയാണ്. അത് മനുഷ്യ മാംസം തന്നെ കിട്ടിയേ പറ്റൂ. ആ ടേസ്റ്റ് അവളുടെ വായിൽ നിന്നും പോയിട്ടില്ല. അതിനിടെ ജുമിയാകട്ടെ നിർമ്മാലിയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവള് പ്രഗ്നന്റ് ആണ്. ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടപ്പോ എല്ലാവരും തന്നെ അവള് പ്രഗ്നന്റ് ആകില്ല എന്ന് പറഞ്ഞതാണ്. എന്നാൽ ഇത്തവണ അവള് പ്രഗ്നന്റ് ആയിരിക്കുന്നു. പക്ഷെ ആ കുട്ടി തന്റെ ഹസ്ബൻഡിന്റേത് അല്ലായിരുന്നു, കാമുകന്റേതാണ്. അബോർട്ട് ചെയ്യാൻ അവൾക്ക് മനസ്സ് വരുന്നില്ല. താൻ ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നും എല്ലാം ശരിയാകുമെന്നും നിർമ്മാലി അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്ന് രാത്രിയാകട്ടെ നിർമ്മാലി സുമനെ ഫോൺ ചെയ്യുന്നുണ്ട്. നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറയുന്നു. സുമൻ അവിടെ എത്തുമ്പോഴാകട്ടെ നിർമ്മാലി അവനോട് പറയുന്ന കാര്യം കേട്ടിട്ട് അവൻ ഞെട്ടിപ്പോയി. അവിടെ അപ്പോൾ ആക്സിഡന്റ് ആയ ഒരു ലേഡിയുടെ മൃതദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ആണ്, അധികം സമയമായിട്ടില്ല. അതുകൊണ്ട് ആരും അറിയാതെ നമുക്ക് കയ്യിൽ നിന്നും കാലിൽ നിന്നും കുറച്ച് മാംസം കട്ട് ചെയ്തെടുക്കാം. എനിക്ക് നീ തരുന്ന കുറച്ച് കഷ്ണങ്ങൾ പോരാ, വലിയൊരു ക്വാണ്ടിറ്റിയിൽ എനിക്ക് കിട്ടിയെങ്കിലേ പറ്റൂ. എന്റെ വിശപ്പടക്കണമെങ്കിൽ അത്രയധികം മാംസം എനിക്ക് വേണം. അതുകൊണ്ട് ആരും അറിയാതെ നമുക്കിത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. സുമൻ ഇതെല്ലാം കേട്ടിട്ട് പേടിയാകുന്നു. നിങ്ങൾ മാംസത്തിന് വേണ്ടി ആൾക്കാരെ കൊല്ലുന്ന ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള മാംസം ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുവരാം. ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഒരാൾ കയറി വരുന്നു. അത് കാരണം അവർ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇന്ന് രാത്രി കൂടി മാംസം കഴിച്ചില്ലെങ്കിൽ തനിക്ക് വട്ടുപിടിക്കുമെന്ന് നിർമ്മാലി പറയുന്നുണ്ട്. ഒരുപക്ഷെ വലിയൊരു ക്വാണ്ടിറ്റിയിൽ കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ഈ വിശപ്പ് മാറുമായിരിക്കും. പിന്നെ എനിക്കത് കഴിക്കാൻ തോന്നില്ലായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് എങ്ങനെങ്കിലും അത് കിട്ടിയേ പറ്റൂ. അതിനുവേണ്ടി ആരെങ്കിലും കൊല്ലണം. കഴുത്തറുത്തൊക്കെ ഒരാളെ കൊല്ലാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ ജോലിയാണ്. വിഷം കൊടുത്ത് കൊല്ലാൻ നിൽക്കുകയാണെങ്കിൽ അയാളുടെ മാംസം തന്നെ വിഷമയമായി മാറും. അതുകൊണ്ട് അത് പിന്നെ കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാകില്ല. ഇതെല്ലാം കേട്ട് സുമൻ പറയുന്നുണ്ട്, നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കേണ്ട, വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ. നിങ്ങൾക്കുള്ള മാംസവുമായിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി തന്നെ എത്തിയിരിക്കും. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിർമ്മാലി വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അവൻ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വഴിയിലുള്ള ആൾക്കാരെ എല്ലാം തന്നെ അവൻ നോക്കുന്നുണ്ട്. നിർമ്മാലിക്ക് അവൻ മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ മാംസവുമായിട്ട് എനിക്ക് എന്റെ ഹോസ്റ്റലിലേക്ക് പോകാൻ പറ്റില്ല, എന്ത് ചെയ്യണമെന്ന്. നിർമ്മാലി പറയുന്നുണ്ട്, നീ ബോഡി മൊത്തമായിട്ട് കൊണ്ടുവരണ്ട. കയ്യിൽ നിന്നും കാലിൽ നിന്നും കുറച്ച് മാംസം വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുമായിട്ട് എന്റെ ക്ലിനിക്കിലേക്ക് വന്നാൽ മതിയെന്ന്. അങ്ങനെ കുറെ നേരം എല്ലാരും വീക്ഷിച്ച ശേഷം സുമനാകട്ടെ ഒരു റിക്ഷക്കാരന്റെ റിക്ഷയിൽ കയറി കുറച്ച് ദൂരേക്ക് പോകുന്നു. ആളൊഴിഞ്ഞ സ്ഥലത്തെത്തി കഴിയുമ്പോൾ അവൻ ആ റിക്ഷക്കാരന്റെ തലയിലേക്ക് ശക്തിയായി അടിക്കുന്നു. എന്നിട്ട് അയാളെ വലിച്ചൊഴിച്ചു കൊണ്ടുപോയി ആരും കാണാത്തൊരിടത്ത് കൊണ്ടുപോയി അയാളുടെ ശരീരത്തിൽ നിന്നും മാംസം വെട്ടി നുറുക്കി എടുക്കാൻ തുടങ്ങുകയാണ്. നിർമ്മാലി സുമന്റെ ഒരു മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവൾക്ക് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് മനുഷ്യ മാംസം കഴിക്കണം എന്നൊരു ചിന്ത മാത്രമേ അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ സമയത്ത് സുമൻ നിൽക്കുന്ന ഏരിയയിലേക്ക് പോലീസുകാർ വരുന്നുണ്ട്. ഇവൻ ആ റിക്ഷാക്കാരന്റെ ശരീരത്തിൽ ആഞ്ഞു വെട്ടുന്ന സൗണ്ട് കേട്ട് അവരവിടേക്ക് വന്ന് നോക്കുമ്പോ സുമൻ അയാളെ വെട്ടിനുറുക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ടതും അവരവനെ പിടിക്കാൻ വേണ്ടി ഓടിച്ചെല്ലുന്നു. അവൻ പേടിച്ച് അവിടെ നിന്ന് ഓടുന്നുണ്ടെങ്കിലും അവർ കൈയോടെ അവനെ പിടികൂടുന്നുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് അവന്റെ ഫോണിലേക്ക് നിർമ്മാലിയുടെ മെസ്സേജുകൾ വരുന്നത്. അവർ ആ മെസ്സേജുകൾ എല്ലാം തന്നെ എടുത്തു നോക്കുന്നു. നീ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നും ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണെന്നും ഞങ്ങളോട് തുറന്നു പറയണമെന്ന് സുമനോട് പോലീസുകാർ പറയുന്നു. വേറെ നിവൃത്തിയില്ലാതെ സുമൻ എല്ലാം തന്നെ തുറന്നു പറയുകയാണ്. അന്ന് രാത്രി മുഴുവൻ സുമനെ കാത്തിരുന്ന് ടെറസിലിരുന്ന് നിർമ്മാലി ഉറങ്ങിപ്പോയിരുന്നു. മകനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടുകഴിഞ്ഞപ്പോഴാണ് പോലീസുകാർ അവിടേക്ക് വന്നിട്ട് അവളെ കൈയോടെ പിടികൂടുന്നത്. അപ്പോഴേക്കും എല്ലാ വാർത്താ ചാനലുകളിലും ഈ ന്യൂസ് പരന്നു കഴിഞ്ഞിരുന്നു. മനുഷ്യമാംസം തിന്നാനുള്ള ഒരു ഡോക്ടറുടെ കൊതി കാരണം ഒരു PhD സ്റ്റുഡന്റ് ആകട്ടെ ഒരാളെ കൊന്നിരിക്കുന്നു. സുമനെ പോലീസുകാരെ പിടിച്ച ന്യൂസ് കണ്ടിട്ട് ഏലിയാസ് അവിടേക്ക് ഓടിച്ചെല്ലുന്നുണ്ട്. അവന്റെ ഹോസ്റ്റൽ റൂമിൽ നിന്ന് പല തെളിവുകളും അവർ കണ്ടെടുക്കുന്നു. തന്റെ വൈഫ് ഒരു മനുഷ്യമാംസം തിന്നുന്ന സ്ത്രീയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ദിലീപ് ആകട്ടെ ആകെ തകർന്നു പോയി. ചാനലിലെല്ലാം തന്നെ സുമനെയും നിർമ്മാലിയും കുറിച്ചുള്ള വാർത്തകളായിരുന്നു. അവർ വലിയ നരഭോജികളാണെന്നാണ് വാർത്തയിലെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ മുഖം മറിച്ച് അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന വഴിക്കാകട്ടെ നിർമ്മാലി സുമന്റെ കൈകോർത്ത് പിടിക്കുന്നു. സുമനും അവളുടെ കയ്യിൽ മുറുകെ പിടിക്കുന്നു. ശരിക്കും ഇവർക്കിടയിൽ പ്രണയമാണോ ഉണ്ടായിരുന്നത് അതോ മറ്റെന്തെങ്കിലുമാണോ? ഈ ഒരു സിനിമയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.